നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കോഴിമുട്ട ചിക്കി വരട്ടിയതും അതുപോലെ തന്നെ റോസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ചെറിയൊരു ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് മുട്ടയൊന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായ പാത്രത്തിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 പൊടികളും എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ മാത്രം. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയ്പ്പ് രസം വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ കഴിയും. ഒരു ഭാഗം എണ്ണക്കിടന്നൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്കിതുപോലെ കണ്ടില്ലേ 2 സൈഡ് ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. മുട്ടയുടെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി മുട്ട റോസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില, ഒരിത്തിരി വളരെ കുറച്ച് കറിജീരകം കൂടി ചേർത്തിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നല്ല ചെറിയ സൈസിൽ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ശരിക്കും വഴൻ്റെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ആ ഒരു പാകമാകുന്നത് വരെ ഒരു 3-4 മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴൻ്റെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നീക്കി വെക്കാം. എന്നിട്ട് ഇതിനകത്തോടേക്ക് ഞാനൊരു ഇത്തിരി എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ എണ്ണയിലോട്ട് നമുക്കൊരു 2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പിരിയമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എരിവിന് നമ്മളിവിടെ കുരുമുളക് പൊടി തന്നെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെ നന്നായിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും തന്നെയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഒരു വലിയ പഴുത്ത തക്കാളി, നല്ല വലിയ സൈസാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പഴുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതുകൂടി നമുക്കൊന്ന് ഈ പൊടികളെല്ലാം ഒരു ഭാഗത്തോട്ടേക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തക്കാളി ഒന്ന് ശരിക്കൊന്ന് ആ എണ്ണയായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറ് നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സവാളയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുരുമുളക് പൊടിയോ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എരിവ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ശരിക്കും വഴറ്റിയെടുക്കാം. അപ്പോഴാണ് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്രേവിക്ക് എത്രയാണോ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ ആ ടേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് പോകും. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിന് കണക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ആദ്യം നോക്കുക. ഒത്തിരി ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഒരു കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ.
കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിള വരുന്ന ആ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടി 2 മിനിറ്റൊക്കെ തിളപ്പിക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പാകമായി കിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പുളിയും ആ ഒരു എരിവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. നമ്മുടെ കറി നല്ല തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളക് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും റോസ്റ്റ് ചെയ്തിട്ട് ആ കുരുമുളക് പൊടിയിൽ തന്നെ മാത്രം റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട ചേർത്തതിന് ശേഷം ശരിക്കും ഇതുപോലെ ഗ്രേവി ഒന്ന് ശരിക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ മുട്ടയിലോട്ടേക്കും ഇതിൻ്റെ ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഒരു ഇത്തിരി നേരം ഒരു 2-3 മിനിറ്റൊക്കെ മതി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ പാനിലോട്ട് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.